ഹലോ ഗായ്സ്, നമ്മളിപ്പോ എവിടെ വന്നിരിക്കുന്നത്? ലണ്ടൻ. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് വ്ളോഗ് എടുക്കാൻ എനിക്ക് ചെറിയൊരു മടിയുണ്ട്. വേറൊന്നും കൊണ്ടല്ല, മടി തന്നെ കേട്ടോ. കാരണം അടുത്തിരിക്കുന്ന ആളാണെങ്കിൽ വ്ളോഗ് എടുത്ത് വെച്ചോ, വേണമെങ്കിൽ നിനക്ക് തോന്നിയാൽ മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞോണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചു. ഗായ്സ്, ഞങ്ങളിപ്പോൾ ആരോയിലാണ് വന്നേക്കണത്. ഇന്നിവിടെ ഒരു പരിപാടി ഉണ്ട്. നിറം എന്നാണ് കേട്ടോ പരിപാടിയുടെ പേര്. പോകുന്ന വഴി നമുക്ക് കാണിച്ചു തരാം എന്താണ് പരിപാടി എന്നും ആരൊക്കെയാണ് ഉള്ളതെന്നും എല്ലാം. മെയിനായിട്ട് ഇന്ന് ഈ പരിപാടിക്ക് വന്നത് ചേച്ചിനെ കാണാനും എന്ന് വേണേൽ ഞാൻ പറയും, സൈഡിൽ കൂടെ കുഞ്ചാക്ക ബോബനെ കാണാനും ചേച്ചി മേളേശനൊക്കെ ഉണ്ട് കേട്ടോ. മെയിനായിട്ട് അതുകൊണ്ട് തന്നെയാണ് വന്നത്. കഴിഞ്ഞ മാസവും നമ്മളൊരു പരിപാടിക്ക് ഈ സെയിം ഹോളിൽ തന്നെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രോഗ്രാമിന്റെ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള പരിപാടികൾ ഫ്രീ ആണോ എന്ന് വെച്ചാൽ അല്ല കേട്ടോ. നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ എൻട്രൻസിൽ കാണുന്ന കൗണ്ടറിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ടാഗ് കിട്ടുവേ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.25 മണിക്കൂർ ആട്ടോ ഡ്രൈവ് വരുന്നത് ഈ ഒരു കാണുന്ന ഒരു ഹാളിലോട്ട്. ഇവിടെ ഈ പരിപാടി കാണാൻ വേണ്ടിയാണോ വന്നതെന്ന് വെച്ചാൽ സത്യമായിട്ടല്ല കേട്ടോ. ഈ ഒരു പരിപാടിയുടെ പേരിൽ ഞാൻ ഇളയച്ചനെയും മാമീനെയും ആർച്ചിനെയും സീതുവിനെയും ചേച്ചീനെയും ചേട്ടന്മാരെയും അതുപോലെ തന്നെ അരുൺ ചേട്ടൻ, സുപ്രിയ ചേച്ചി, സ്നേഹ ചേച്ചി, ഫെബിൻ ചേട്ടൻ, വിഘ്നേഷ് ചേട്ടൻ, അരി ചേച്ചി ഇവരെല്ലാവരെയും കാണാൻ പറ്റുന്നുള്ള സന്തോഷത്തിലാട്ടോ വരുന്നത്. 5 മണിക്കാട്ടോ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എത്തിയപ്പോഴേക്കും 6 മണിയായിട്ടുണ്ടായിരുന്നേ. ബേബിക്ക് വേണ്ടിട്ട് ചേച്ചിനെ ചിരിപ്പിച്ചോണ്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ബേബി വേറെ ആരും അല്ല കേട്ടോ, ഞങ്ങളുടെ ഗ്രാൻഡ് മദർ ആണ് ബേബി. ബേബി എന്ന് വിളിക്കുന്നത് എന്താന്ന് വെച്ചാല് ബേബി ഞങ്ങൾക്ക് എപ്പോഴും ബേബീനെ പോലെയാണ്. ബേബിനെ കാണുമ്പോൾ നമുക്ക് അച്ചാമ്മ, അമ്മുമ്മ എന്നൊന്നും വിളിക്കാമെന്ന് തോന്നൂല കേട്ടോ. ബേബി അമ്മയും ഭാനുമ്മയും, ഒരാളെന്റെ അച്ഛൻ്റെ അമ്മയും ഒരാളെന്റെ അമ്മയുടെ അമ്മയാട്ടോ. ഇവരെ രണ്ടുപേരെയും ഞാൻ പേരാട്ടോ വിളിക്കാറ്, വേറൊന്നും കൊണ്ടല്ല. എന്തോ അമ്മുമ്മ അച്ചാമ്മ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്കെന്തോ ഇവർക്ക് ഭയങ്കര പ്രായമായ പോലെ തോന്നിക്കും. എന്റെ മനസ്സിൽ ഇപ്പോഴും അവർ എങ്ങാട്ടോ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ പിഷാരടി ചേട്ടൻ ഇവിടെ എന്തോ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ, എന്താന്ന് കേട്ടാൽ നിങ്ങളുടെ കഴിവുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് കായുടെ കഴിവുകളെ കുറിച്ച് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു തുടങ്ങിയാണ്. കലാകേരളത്തിലെ കഴിവുള്ള കലാകാരന്മാരെ കൈഡികൾ കൊണ്ട് കുളിരി പൂരിപ്പിക്കാനായി കൂടിയിരിക്കുന്ന കുടുംബങ്ങൾക്ക് എന്റെ കൂപ്പയ്ക്കുള്ള കായികാരൻ കാര്യങ്ങളിൽ കട്ടി കുട്ടികളുടെ ക്രിക്കറ്റിൽ 2 കളിക്കാരമാകുന്ന കോളിയ ദുർഗ കാമ്പിളി കുമ്പളെ കണക്കർ കപ്പിലുള്ള കലാകാരന്മാരല്ലേ. അമേരിക്കൻ ദുർഗ ക്ലിന്റന്റെ കാമിക്ക് മോണിക്കൽ അംസ്കിൽ ലണ്ടുക ലോകത്തിലെ നിരന്തര സ്കൂട്ടർ സൈക്കിളിൽ കായുണ്ട്. കരയിൽ കാണുന്ന കല്ല് കട്ട കടൽക്കാത്ത എല്ലാം കായല്ലേ. കേട്ടില്ല കൊള്ളാവുന്ന കാര്യം കാ മാത്രമാണ്. കാകാരമാണ് കരുത്തിന്റെ കരുത്തുള്ള ആകാരം. കരുത്തന്മാരെ കീഴ്പ്പെടുത്തുന്ന 4 കാര്യങ്ങളാണ് കാമം, ക്രോധം, കള്ള്, കാമിനി. 4 കായുണ്ട്. കവി, കേമൻ, കാളിദാസൻ, കഥകളി, കേമൻ, കഥകളി. കേരളത്തിലെ കാടുകളിൽ കടുവ, കണ്ടി, കഴുതാൻ, കരിക്കുരങ്ങ് എന്നീ കാട്ടുമൃഗങ്ങളുമുണ്ട്. ഇതൊരു കലയാണ് ഇവിടെ നിർത്തില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മളിത് ഇളയച്ചനും മാമിയും നിൽക്കുന്ന ഇടത്തേക്ക് പോവാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആർച്ചി ചെയ്തും വന്നിട്ടില്ല എന്നുള്ളത്. നമ്മൾ ജനിച്ച നാടും വീടും വിട്ട് വേറൊരു പുതിയ രാജ്യത്ത് വന്ന് സെറ്റിലാവാൻ നോക്കുമ്പോൾ അവിടെ നമുക്കറിയാവുന്ന കുറച്ച് പേരുള്ളത് എത്ര വലിയ കാര്യമാണെന്ന് അറിയോ? ഞാൻ ഈ പറയുന്ന കാര്യം എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. വേറെ രാജ്യത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ജോലി വീട് എന്നീ പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഡിപ്രഷനിലോട്ട് വരെ എത്തിക്കും എന്നാണ് ഞാൻ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. രണ്ട് വിട്ടൊരു കളിയില്ല അല്ലേ? ചേച്ചി 2 പറയാൻ ഭാഗ്യം. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കൂടെ എന്തിനും ഏതിനും നിൽക്കുന്ന ഫാമിലിയും അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളെ കിട്ടാന്നുള്ളത് ചെറിയൊരു കാര്യമല്ല കേട്ടോ, വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഏത് റിലേഷൻഷിപ്പും നമുക്ക് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. നമ്മളിത് കുഞ്ചാക്ക ബോബനെ റിമി ചേച്ചിനെയും കാണാൻ വന്നിരിക്കുക കേട്ടോ. മാമി ഞാൻ തമാശക്ക് ഇങ്ങനെയൊക്കെ പറയും. നമ്മുടെ ആ ചെറുപ്രായത്തിൽ നമ്മൾ ഒരു മുട്ടായി കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മുട്ടായി ഇഷ്ടം എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു തോന്നിയ ഒരു പിള്ള മനസ്സിൽ തോന്നിയ ഒരു ചെറിയ പ്രായത്തിൽ നമുക്ക് അങ്ങനെ തോന്നുന്ന ഇഷ്ടത്തിന് ഇംഗ്ലീഷിൽ ഒരു പേരുണ്ട്, അതാണ് ഇൻഫെക്ഷൻ. റിമി ചേച്ചിയും വിശാലയുടെയൊക്കെ ഒരുമിച്ച് വന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കോമഡി മാത്രമല്ല കേട്ടോ, ചാക്കോച്ചന്റെ വൈഫിനായിട്ട് ഇവര് സ്പെഷ്യൽ ആയിട്ടൊരു സോങ്ങും കൂടെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കേട്ടാലോ നമുക്ക്?
പാട്ട് പാടി കൊടുക്കും. മാമി ഇളയച്ചന് ഇതുപോലെ പാട്ടൊക്കെ പാടി തരാറുണ്ടാ? ചേച്ചിക്കുള്ള പാട്ട് പാർസൽ വരുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് ചാക്കോച്ചന്റെ ഹിറ്റ് സോങ്ങുകളാട്ടോ കേൾക്കാൻ പോകുന്നത്. ചാക്കോച്ചൻ പോയാൽ ചിലപ്പോൾ ഷാരൂഖ് ഖാൻ ആയിരിക്കും വരുന്നതായിരിക്കും. അല്ല എന്റെ അഭിപ്രായത്തില് ഷാരൂഖ് ഖാൻ അനുഭവിക്കാനുള്ളത് അയാൾ അനുഭവിച്ചേ പറ്റുള്ളൂ. ചാക്കോച്ചനെ പറ്റാവുന്നതിനാണ് ഷാരൂഖ് ഖാന് പറ്റാത്തത്. നമുക്ക് പറ്റും. ചാക്കോച്ചൻ്റെ റിമി ചേച്ചിയുടെയൊക്കെ ലൈവ് ഷോ കഴിഞ്ഞിട്ട് ഇതേ മാളവികയുടെ ഒരു ഡാൻസും കൂടെ ഉണ്ടായിരുന്നു. ഡാൻസ് തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനിക്കുമ്പോൾ വരെ നല്ല എനർജറ്റിക് ആയിട്ടാട്ടോ എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നത്. ഡാൻസിന് ശേഷം പിന്നെയും കുറച്ച് പാട്ടുകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇതാട്ടോ ആര്യ ചേച്ചി, നമ്മുടെ വിഘ്നേശ്വരന്റെ വൈഫാണേ. ആര്യ ചേച്ചി മാത്രമല്ല കേട്ടോ, വിഘ്നേശ്വരനും നല്ല കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. എല്ലാവരും കൂടി കൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. ഓഡിറ്റോറിയത്തിനുള്ളിൽ ഭയങ്കര ചൂടുണ്ട്. ഇപ്പം ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഹോളിൽ പിന്നെ ഇത്രയും പേര് ഉള്ളപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹാളിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഗ്രൗണ്ടും ബാക്കിലും ഒരു പാർക്കും ഒക്കെ ആയിട്ടാട്ടോ വരുന്നത്. ഞങ്ങളിത് ഇവിടെ ഒരു പാർക്കിലോട്ട് നടക്കണേ കേട്ടാ. ഇതാണ് നമ്മുടെ ഹോള്. ഇതിന്റെ ബാക്കിലായിട്ട് ഒരു പാർക്ക് തന്നെ ഉണ്ട്. ഇത് ഗ്രൗണ്ടാണ്, അവിടെ കേട്ടോ പാർക്ക്. നീണ്ടത് പറഞ്ഞ വിശാലമായി കിടക്കുന്നുണ്ട്. ഒരു പാർക്കാണ് കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഐസ്ക്രീം കണ്ടായിരുന്നു കേട്ടോ. അത് തപ്പി പോകുന്ന പോക്കാണിത്. ഐസ്ക്രീം തപ്പി നമ്മൾ പാർക്കിന്റെ അറ്റം വരെയും പോയെങ്കിലും ഐസ്ക്രീം കാരൻ പോയിട്ട് കപ്പലണ്ടിക്കാരൻ പോലും ഉണ്ടായി. റോഡുണ്ട്, ആ റോഡിന് അവിടെ പോയി നോക്കാം. അവിടെ ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണേ.
ഇപ്പൊ ഇവിടെ സമയം വന്നിട്ട് രാത്രി 9:30 ആയിട്ടോ. പരിപാടി ഏകദേശം തീരാറായേ. തീരുന്നതിന് മുന്നേ ഒരു കലാശക്കൊട്ടും കൂടെ ഉണ്ട് കേട്ടോ. പരിപാടി തീർന്നപ്പോഴേക്കും ചേട്ടന്മാര് കാരവാന്റെ അടുത്ത് പോയിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചോണ്ടിരിക്കുന്ന സീനാട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 2 ഞങ്ങള് ധ്യാനം കൂടും. സോറി ഗൈസ്, ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇത് ചേച്ചിയുടെ ഭർത്താവ് ലിവിൻ ചേട്ടനല്ല, ഫെബിൻ ചേട്ടനാണ് കേട്ടോ. ഒരു വായബദ്ധം. ലാസ്റ്റ് ടൈം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നേ സ്നേഹ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേര് ലെവിൻ ചേട്ടൻ എന്ന്. അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ, ഫെബിൻ ചേട്ടൻ എന്നാണ് ചേട്ടന്റെ പേര്. അന്നോട്ട് സ്നേഹ ചേച്ചി എന്നെ കളിയാക്കുക കേട്ടോ, ആരാണ് ഈ ലെവിൻ എന്ന് ചോദിച്ചോണ്ട്. ഇവരെല്ലാരും ഇളയച്ചന്റെ ഫ്രണ്ട്സ് ആട്ടോ. ഇവരെ പരിചയപ്പെട്ടിട്ട് മാസങ്ങളെ ആയിട്ടുള്ളെങ്കിലും എന്തോ വർഷങ്ങളായിട്ട് അറിയാവുന്ന പോലത്തെ ഒരു ഫീലാണ്. അങ്ങനെ കുറച്ചു നേരം എല്ലാരും കൂടെ പുറത്തു വന്ന് ചിറ്റാറ്റ് ചെയ്തിട്ട് നമ്മളെല്ലാരും ഇവിടെ നിന്ന് പിരിവാട്ടോ. ആരെങ്കിലും മെനു ചോദിച്ചാ? മീശ മാധവൻ, തോമസ് അപ്പൊ എല്ലാരും സിനിമയുടെ പേര് മെനു പറഞ്ഞില്ലായിരുന്നൊക്കെ. നല്ല തണ്ണിമത്തനും പിന്നെ നല്ല അനാറും മതി. ബൈ ഗൈസ്, ബൈ. അടുത്ത വരവില് അടുത്ത 2-ാം സാറ്റർഡേ ഇപ്പൊ മാമി ബൈ ബൈ. വാ നമുക്ക് ഒരുമിച്ച് പോകാം വീട്ടില്. നിങ്ങള് ചേട്ടനെ വീട്ടിലാക്കുന്നു, ചേച്ചിനെയും വീട്ടിലാക്കുന്നു. എന്നിട്ട് ഈ ചേട്ടനെ എന്നെ നമ്മള് കാറൊക്കെ എടുത്ത് ഹോളിനോട് വിട പറഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാണ് ഗായ്സ്. ബൈ ബൈ. ഇത് ഞങ്ങൾ ഹോളിൽ നിന്ന് ഇറങ്ങിയിട്ട് വലിയ കാര്യത്തിൽ വൈൻഡപ്പ് എടുക്കുക കേട്ടോ. പക്ഷെ ഞങ്ങൾ പോണ വഴിക്ക് ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റിയോണ്ട് വേറൊരു വൈൻഡപ്പും കൂടെ വരുന്നുണ്ട്. ബൈ ബൈ. 2-ാം തീയതി ധ്യാനത്തിന് കാണാം. എന്താണ് ഗായ്സ്? ശരി, ഇതുവഴി ഇറങ്ങണ്ടേ ചേട്ടാ തഗ്ഗടിക്ക്. ഞാനേ ഒരു തഗ്ഗുന്നൊക്കെ. ജിജോ ചേട്ടൻ, ലക്ഷ്മി ചേച്ചി, ബിബിൻ ചേട്ടൻ, ഇവരുടെ 3 പേരുടെയും കൂടെ വരുമ്പോൾ ഒരു വേറൊരു വൈബ് തന്നെയാണ്. ഇപ്പൊ സമയം വന്ന് രാത്രി 10:30 ആയിട്ടോ. നമുക്ക് എല്ലാവർക്കും പിറ്റേ ദിവസം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ വീട്ടിൽ പോകാന്നാണ് കരുതിയെങ്കിലും പോകുന്ന വഴിക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റി. എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് പിരിയാന്നുള്ള തീരുമാനത്തിലെത്തി. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ഈസ്റ്റ് ഹാമിലോട്ടാട്ടോ. നമ്മളിപ്പോ എവിടെ പോണ ഫുഡ് കഴിക്കാൻ? ഞാനും നമ്മൾ ഇന്ന് പോയ പ്രോഗ്രാമിലും നവരുചിയുടെ സ്റ്റാൾ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മുടെ നാടൻ സ്പൈസി ഫുഡ് കഴിക്കാൻ പോണ ഗൈസ്. ഇത് ഈസ്റ്റ് ഹാമിലുള്ള ഒരു അമ്പലം കേട്ടോ. ഈസ്റ്റ് ഹാം ഈ ഒരു ഏരിയയിലോട്ട് കയറുമ്പോൾ കൂടുതലും ഇന്ത്യൻസ് ആട്ടോ ഉള്ളത്. ഞാനിത് 5-ാമത്തെ പ്രാവശ്യം തോട്ടോ ഈസ്റ്റ് ഹാമിൽ വരുന്നത്. ഇതുവരെയും ഞാനൊരു ടീശാല ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവർക്കും കാര്യമായിട്ട് അവരവർക്ക് വേണ്ടത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് ഹാമിലാട്ടോ കൂടുതലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളത്.
പെരി പെരി അൽഫാം മന്തി. നല്ല അടിപൊളി ബ്രൂ കോഫി കുടിച്ചങ്ങോട്ട് തുടങ്ങിയേ. എന്താ ഓർഡർ ചെയ്താ? ഞാൻ പൊറോട്ട ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ ഗീ റൈസ്, ചേട്ടൻ ചിക്കൻ ഫ്രൈയും, പിന്നെന്താണ് 2 പൊറോട്ട എന്താ ഓർഡർ ചെയ്താ? ബ്രൂ കോഫി അത് മാത്രം ഓർഡർ ചെയ്തോളാ? പെരി മന്തി. ഇത് കോഫിയാണോ? ഞങ്ങൾ പറയുമായിരുന്നേ, കൊച്ചിയിലാണെങ്കിലും യു കെയിലാണെങ്കിലും മറ്റേത് രാജ്യത്താണെങ്കിലും മന്തി കഴിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ അറേബ്യൻ പാലസിൽ തന്നെ പോകണമെന്ന്. സ്റ്റാർട്ടറായിട്ട് നമ്മളൊരു ഫുൾ ചിക്കൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നേ. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈക്ക്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നേ. ഞാനിപ്പോൾ ഇവിടെ 2-3 പ്രാവശ്യം കേട്ടോ വരുന്നത്. യു കെ വന്ന് മന്തി കഴിച്ചതിൽ നവരുചിയിലെ മന്തി കേട്ടോ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. ബട്ട് സ്റ്റിൽ മന്തിയുടെ രാജാവ് എന്നും നമ്മുടെ നാട്ടിൽ അറേബ്യൻ പാലസ് തന്നെയാട്ടോ. സോ ഗൈസ്, ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു.